ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖം. നമ്മൾ കൂൾ ബാറിലൊക്കെ ജ്യൂസ് കുടിക്കാൻ പോയാൽ നമ്മൾ ഓർഡർ ചെയ്ത ഉടനെ തന്നെ അവർ കൊണ്ടുവന്ന് തരുമല്ലോ. അപ്പോൾ നമുക്ക് ജ്യൂസ് പെട്ടെന്ന് കിട്ടുമ്പോൾ ഒരു ആശ്വാസം തന്നെയാണല്ലേ. പ്രത്യേകിച്ച് പിന്നെ ചൂടുകാലം ആയാൽ പറയാനേ ഇല്ല. ഇതുപോലെ നമുക്ക് വീട്ടിൽ ജ്യൂസ് റെഡിയാക്കാൻ കഴിഞ്ഞാൽ അത് നമുക്ക് വലിയൊരു ആശ്വാസം തന്നെയല്ലേ. അധികം ജ്യൂസ് ഉണ്ടാക്കാൻ മടിയായിരിക്കും. ഇതുകൂടാതെ നമുക്ക് ഗസ്റ്റ് ഒക്കെ വന്നാൽ അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും കഴിയും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ മുന്തിരിയാണ്. എപ്പോഴും ഞാൻ ഫ്രൂട്ട്സ് കഴുകുമ്പോൾ ഉപ്പിട്ടിട്ടാണ് കേട്ടോ കഴുകാറ്. ഇത് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, കാരണം ഇതെല്ലാവർക്കും അറിയുന്നതാണല്ലേ. ഇനി നമുക്കിത് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ ഞാനിത് കുറച്ച് ടൈം ഉപ്പിട്ട് വെച്ച ശേഷമാണ് കേട്ടോ കഴുകുന്നത്. അപ്പോൾ ഇതാ കല്ലുപ്പിട്ട് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുക്കർ തന്നെ വേണമെന്നില്ല, പകരം കുറച്ച് വലിയ പാത്രമായാലും മതി. ഇത് പതച്ച് മറിയാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ വലിയ പാത്രം എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. കുറച്ച് ഹൈറ്റുള്ള പാത്രം എടുക്കുമ്പോൾ പതച്ച് മറിയില്ലല്ലോ. അപ്പോൾ ഇതാ കഴുകി വെച്ച മുന്തിരികളെല്ലാം ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് പഞ്ചസാരയാണ്. ശേഷം ഇതിലേക്ക് ഒരു 4 ഏലക്കായ, പിന്നെ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ നിന്ന് സ്കിപ്പായി പോയതാണ്. ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന പാത്രം സ്റ്റീൽ അല്ലെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. മുന്തിരിയിൽ നിന്ന് തന്നെ വെള്ളം വരും. സ്റ്റീൽ പാത്രം പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇനി ഇത് ഫസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലാക്കി മൂടിക്കൊടുത്ത് വേവിച്ചെടുക്കാം. കുക്കർ ലോക്കാക്കി ഇട്ട് കൊടുക്കേണ്ടതില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് മൂടിക്കൊടുത്താൽ മതി. ഇതിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങിയാൽ മൂടി ഓപ്പൺ ആക്കി ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം. തിളച്ച് മറിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടൊക്കെ പോയി തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എടുക്കാൻ എളുപ്പമാകുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ശേഷം ഞാനിത് ഫ്രീസറിലാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ആക്കി ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. തണുത്ത വെള്ളത്തിന്റെ ആവശ്യം പോലും വരില്ല, കാരണം ഫ്രീസറിൽ വെച്ചത് കൊണ്ട് തന്നെ നന്നായി തണുത്തിട്ടാണ് ഉണ്ടാവുക. ഇതിലേക്ക് നോർമൽ വെള്ളം ഒഴിച്ചാൽ നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള തണുപ്പാണ് കേട്ടോ ഉണ്ടാവുക. ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ വെച്ചതാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാം. ഇത് കണ്ടോ, ഇത് നമുക്ക് ഐസ് ആയാലും ഇതുപോലെ കോരിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാവുക. ഇതാ ഇതുപോലെ. അപ്പോൾ ഇതാ ഞാൻ ജ്യൂസ് ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ജാറിലേക്ക് 3 സ്പൂണാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു ഗ്ലാസ് നോർമൽ വെള്ളം എടുത്തിട്ടുണ്ട്, അതും ഒഴിച്ചു കൊടുത്ത് അടിച്ചെടുക്കാം. ഇത് വേവിച്ചത് കൊണ്ട് തന്നെ അധിക നേരമൊന്നും അടിച്ചെടുക്കേണ്ടതില്ല കേട്ടോ.
അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇനി ഞാനിവിടെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഐസ് ക്യൂബ്സിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, ഞാൻ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഞാൻ ഇതിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. എനിക്ക് 3 സ്പൂണിന് ഇതുപോലുള്ള 2 ഗ്ലാസ് ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. അതും നല്ല കട്ടിയുള്ള ജ്യൂസാണ് കേട്ടോ. ഇനി ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ എന്ത് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ടെൻഷൻ വേണ്ട. ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജ്യൂസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നെക്സ്റ്റ് ഒരു ന്യൂ വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്